നവസുവിശേഷവൽക്കരണ മുന്നേറ്റങ്ങളിൽ ധീരതയോടെ പങ്കുചേരുന്ന യുവവൈദികരുടെ അനുഭവങ്ങളിലൂടെയുള്ള ജോഷുവ എന്ന ഈ പ്രോഗ്രാമിന്റെ സഞ്ചാരം ഇന്ന് കടന്നു ചെല്ലുന്നത് തൃശൂർ പനമുക്ക് കാണിക്കമാത ഇടവകയിലെ വികാരിയുടെ അടുത്തേക്കാണ്. ഇത് ഫാദർ ജെയ്സൺ മാറോക്കി. വടക്കേ ഇന്ത്യയിലെ വിവിധ മിഷൻ സ്റ്റേഷനുകളിലേക്ക് അനേകരെ ദൈവരാജ്യവേലയ്ക്കായി ഒരുക്കിവിടുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ഈ വൈദികൻ രൂപം നൽകിയിരിക്കുന്നു. മിഷണറിമാർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ വിവിധ കോണുകളിൽ നിന്ന് പിന്തുണയ്ക്കുവാനും ഇവരുടെ കൂട്ടായ്മയ്ക്ക് കഴിയുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ മുഴുവൻ സമയം നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥനാ സമൂഹമായി ഇവർ ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. മിഷൻ ദേശങ്ങളിൽ ഉള്ളവരെ സഹായിക്കുവാനും അവിടെയുള്ള വിശ്വാസികളെ കേരളത്തിലെ തിരുസഭയെ പരിചയപ്പെടുത്തുവാനും ഉതകുന്ന തരത്തിൽ വിവിധ ശുശ്രൂഷകൾ ക്രമപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ഈ മിഷൻ ഫെലോഷിപ്പ് മിനിസ്ട്രി ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. നവസുവിശേഷവൽക്കരണ പ്രവർത്തനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പുത്തൻ ശുശ്രൂഷകളുമായി ദൈവരാജ്യ വയലിൽ വ്യാപരിക്കുന്ന ജെയ്സൺ അച്ഛൻ തന്നെ വഴി നടത്തുന്ന ആത്മീയ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ജെയ്സൺ അച്ഛാ, സ്വാഗതം. ശാലോം ടി വിയുടെ ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛൻ്റെ ഈ സാന്നിധ്യം ഏറെ സന്തോഷകരമാണ്. ഫാദർ ജെയ്സൺ മാറോക്കി, കറക്റ്റ് അല്ലേ? മാറോക്കി അച്ഛനിപ്പോൾ തൃശ്ശൂർ രൂപതക്കാരനാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ ഏത് രൂപതയിലെ ഏത് പള്ളിയിലാണ് അച്ഛൻ സേവനം ചെയ്യുന്നത് എന്നൊന്ന് പറയാൻ പറ്റും? ഇപ്പോൾ ഞാൻ തൃശ്ശൂർ രൂപതയിലെ പനമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാണിക്കമാത ദേവാലയം. അച്ഛൻ്റെ സ്വന്തം വീട് കുന്നംകുളം ഒക്കെ അടുത്ത് ചെമ്മണ്ണൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്നൊന്ന് പറയാം? വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, പിന്നെ ഒരു സഹോദരനാണുള്ളത്. അച്ഛനേക്കാളും മൂത്താണോ ഇളയതാണോ? താഴെയാണ്. അപ്പം അച്ഛൻ മൂത്ത ചേട്ടനാണ്. അതെ. അച്ഛൻ സെമിനാരി ജീവിതത്തിലേക്ക് വന്ന ഒരു വഴികൾ ഒന്ന് പറയാം. എങ്ങനെ ഒരു വൈദിക ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു? കുഞ്ഞുനാൾ മുതലുള്ള ഒരു ആഗ്രഹമാണോ അതെയോ ഇടയിൽ ആരെങ്കിലും സ്വാധീനിച്ചതാണോ? നേരത്തെ തന്നെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പം ആഗ്രഹത്തിന് ഇപ്പോൾ സാധാരണഗതിയിൽ പിള്ളേരൊക്കെ പോലെ തന്നെ ഒരു കുറവുണ്ടായി. ആ സമയത്താണ് എൻ്റെ ഒരു കസിൻ എന്നെ അദ്ദേഹം ഈ +2 കഴിഞ്ഞിട്ട് സെമിനാരി ചേരണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് സെമിനാരി ക്യാമ്പിന് പോവാം. ഞാൻ പറഞ്ഞു, ഞാനും ഇനി +2 കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാലും നമുക്കൊരു ക്യാമ്പിന് പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ദൈവവിളി ക്യാമ്പിന് പോവാണ് തൃശ്ശൂർ മൈനർ സെമിനാരി രൂപതയുടെ ക്യാമ്പിന്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ രണ്ടുപേരും, ഞാനും തീരുമാനിച്ചു ഇനി നേരെ വൈകിട്ടില്ല, സെമിനാരി ചേരുകയാണ് തീരുമാനിച്ചു. അങ്ങനെ സെമിനാരി ചേരുകയാണ് ചെയ്തത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരി പോയി? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരി പോയി. ഞാൻ എങ്കിലും സെമിനാരിയിൽ തീർച്ചയായിട്ടും കുഞ്ഞുനാൾ മുതൽ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോഴും അങ്ങനെ ആഗ്രഹം തോന്നാൻ എന്താ കാരണം? കാരണം എന്തെങ്കിലും ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ ചില കാര്യങ്ങളെക്കുറിച്ചൊരു ചിന്ത ഉള്ളതുകൊണ്ടോ ഒക്കെ ആയിരിക്കുമല്ലോ ഇങ്ങനെ ഒരു അച്ഛനാവാനൊരു ഇഷ്ടം? തീർച്ചയായിട്ടും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് പള്ളി. എൻ്റെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്നൊരു വീടാണ്. അപ്പോൾ അച്ഛന്മാർ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരിക ചായ കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ വന്നു കൂടെ കുർബാനയുടെ അച്ഛൻ താമസമില്ല. മറ്റു പല പള്ളികളിൽ നിന്നാണ് അച്ഛന്മാർ വരിക. അപ്പോൾ അപ്പാപ്പന് ഒരു നിർബന്ധമുണ്ട്, ഏതച്ഛൻ വന്നാലും അവിടെ വന്ന് ചായ കുടിച്ച് അച്ഛന്മാരെ സൽക്കരിക്കാനായിട്ടൊരു താല്പര്യമുള്ളൊരു വീടായിരുന്നു. അപ്പോൾ അങ്ങനെ പല അച്ഛന്മാരായിട്ടും, അപ്പോൾ അച്ഛന്മാർ വരുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കുഞ്ഞുങ്ങളെടുക്കും. അപ്പോൾ അച്ഛന്മാരോടുള്ളൊരു സ്നേഹം അങ്ങനെ കുഞ്ഞുനാളിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അച്ഛനാകണം എന്നുള്ളൊരു താല്പര്യം അന്ന് ഉണ്ടായിരുന്നു എനിക്ക്. അച്ഛൻ്റെ ഒരു സെമിനാരി ജീവിതത്തെക്കുറിച്ചുള്ള ചില ഓർമ്മകളൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു സെമിനാരി ജീവിതമൊക്കെ? എൻ്റെ സെമിനാരി ജീവിതത്തിൽ ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നത് ഞാൻ സത്യത്തിൽ അതൊരു സാധാരണ സെമിനാരിക്കാരനെ പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാളൊക്കെ ഒരു ലെവലിലായിരുന്നു എന്ന് പറയാം. പഠനത്തിലാണെങ്കിലും ഞാൻ പിന്നോക്കമാണ്, പ്രാർത്ഥനയിലും പിന്നോക്കമാണ്, മറ്റുള്ളവരുടെ ബന്ധങ്ങളിലും എനിക്ക് അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല. അവസാനം 3 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സെലക്ഷൻ ഉണ്ട്. അപ്പോൾ അന്നത്തെ റെക്ടറച്ചൻ ഇപ്പോഴത്തെ ബോസ്കോ പിതാവാണ്. പിതാവ് എന്നെ വിളിച്ച് പറഞ്ഞു, ജെയ്സ, നിന്നെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ എന്നാലും അച്ഛനാകുന്നതിനെ കുറിച്ച് എനിക്ക് അത്ര നല്ല അഭിപ്രായം തോന്നുന്നില്ല. നിനക്ക് നല്ലൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നീ അച്ഛനാകുള്ളൂ. അതുകൊണ്ട്
എൻ്റെ മാതാപിതാക്കളെ കുളിച്ചിട്ട് അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, മാതാപിതാക്കളോട് പറഞ്ഞു, ഇവനെ കൊണ്ടുപോയിക്കോ, ഇനി ഒരു നല്ലൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് സെമിനാരിയിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്ന ഒരു ഇത് തന്നെയായിരുന്നു. അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എനിക്കൊരു മാസം സമയം തരണം, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട്. അപ്പോൾ അച്ഛനത് സമ്മതിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി, സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചുപോയി അപ്പൻ്റെ അമ്മയുടെയും കൂടെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇടവകപ്പള്ളി 2 കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഇടവകപ്പള്ളി ഉള്ളത്. വീടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ പോകണം എൻ്റെ പള്ളിക്ക്. തൊട്ടടുത്ത പള്ളി എന്ന് പറയുന്നത് കുരിശുപള്ളിയാണ്. അപ്പോൾ അവിടെ പോവും, എല്ലാ ദിവസവും അവിടെ പോവും. അങ്ങനെ ഉച്ച തിരിഞ്ഞിട്ട് ഒരു രാവിലെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും ദൈവവിളിയെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി, ദൈവവിളി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരാഴ്ച എന്ന് പറയുന്നത് ഒരു വളരെ പ്രത്യേക അനുഭവമൊന്നും എനിക്കുണ്ടായില്ല. കഴിഞ്ഞ് 2ാമത്തെ ആഴ്ചയിൽ കടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അരമണിക്കൂർ പ്രാർത്ഥിച്ചത് 1 മണിക്കൂറാവാൻ തുടങ്ങി. കുറച്ചുകൂടി പ്രാർത്ഥനയിലേക്ക് ഒരു താല്പര്യം എനിക്ക് വരാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു ദിവസം 3 മണിക്ക് ഞാൻ പള്ളിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. വേറെ പൊതുവെ ആ ഒരു ഗ്രാമീണ പള്ളിയാണ്, പൊതുവെ അങ്ങനെ ആൾക്കാരും വരാത്തൊരു സ്ഥലമാണ്. ഞാൻ പ്രാർത്ഥിച്ചു. 3 മണി കഴിഞ്ഞ് 3 മണിക്കാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് തുടങ്ങിയത്. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഒരു 7 മണി 7:30 ആകുമ്പോൾ പള്ളി അടയ്ക്കാൻ വേണ്ടി കപ്പേര് വരുന്ന സമയത്ത് ഞാനവിടെ ഉണ്ട്. അപ്പോൾ കപ്പേര് എന്നെ തട്ടി വിളിക്കുകയാണ്, എന്താ ബ്രദർ ഇവിടെ ഇരിക്കണേ? അപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു ഇതിലേക്ക് കിടക്കുന്നത്. ഇത്ര സമയം പോയത് അറിഞ്ഞില്ല. അത് എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും വലിയൊരു പ്രാർത്ഥന, ദൈവം എന്നെ സ്പർശിച്ചു എന്ന് എനിക്ക് തോന്നിയ ഒരു അനുഭവമായിരുന്നു. അതുവരെ എനിക്ക് ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. അച്ഛനാകേണ്ട കാര്യം എന്തിനാണ്, ദൈവമുണ്ടോ, ദൈവത്തിൽ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ, അച്ഛനായി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നഷ്ടത്തിലാവുമോ? പക്ഷേ ഈ അനുഭവം കഴിഞ്ഞ പിന്നെ എനിക്കൊരു ചോദ്യം ഉണ്ടായിട്ടില്ല. ഭയങ്കര ഒരു നിറവ്, ഒരു പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ പ്രാർത്ഥിക്കാനായിട്ട് തോന്നുന്ന ഒരു വലിയൊരു അനുഗ്രഹം. അങ്ങനെ വലിയൊരു സന്തോഷത്തോടു കൂടെ ഞാൻ ഈ ഒരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ റക്ടച്ചനെ പോയി കാണാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛനാവാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇനി അച്ഛൻ എന്നെ ഇവിടേക്ക് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും സെമിനാരിലേക്ക് ചേരാനുള്ള അനുവാദം എനിക്ക് തന്നാലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബോസ്കോ വളരെ സന്തോഷത്തോട് പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് നിന്നോട് സന്തോഷമായത്, നീ ഇവിടെ ചേർന്ന് ഇനി മേജർ സെമിനാരിലേക്ക് നിനക്ക് പോകാം. അങ്ങനെ ഞാൻ പിന്നെ മേജർ സെമിനാരിൽ പോകണം. അവിടെ തൊട്ട് എൻ്റെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങളാണ്. പ്രാർത്ഥനാ ജീവിതത്തിലായാലും പഠനത്തിൻ്റെ മേഖലയിലായാലും, അല്ലെങ്കിൽ ഒരു സെമിനാരിക്കാരൻ എന്ന നിലയിൽ എൻ്റെ സെമിനാരി ജീവിതം ഞാൻ ശരിക്കും ആഘോഷിച്ച ഒരു അവസരമായിരുന്നു. പിന്നീടുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ജീസസ് ഫ്രറ്റേണിറ്റി ആയിട്ട്, ജീസസ് യൂത്തുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഈ മേജർ സെമിനാരി വടവാതൂർ സെമിനാരിൽ വെച്ചിട്ടാണ്. അങ്ങനെ യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ജയിൽ മിനിസ്ട്രി, അതുപോലെ ചേരി സന്ദർശനം, അങ്ങനെയുള്ള എല്ലാ മേഖലകളുടെ പ്രവർത്തനങ്ങളിലേക്കും അങ്ങനെ കടക്കാൻ പറ്റി. വലിയൊരു നിറവും ഒരു വലിയൊരു ആത്മീയ അനുഭവവും ഒക്കെ ആയിരുന്നു ഈ അവസരങ്ങളിൽ എനിക്കുണ്ടായിരുന്നത്. അച്ഛൻ്റെ തിരുപ്പട്ട സ്വീകരണം എന്നായിരുന്നു അച്ഛൻ? 2001 ഡിസംബർ 29 ആയിരുന്നു എൻ്റെ തിരുപ്പട്ട സ്വീകരണം. 2001, അപ്പോൾ ഇപ്പോൾ 15 വർഷം. അച്ഛാ, വൈദികനായ ആ ഒരു ദിവസങ്ങൾ, തിരുപ്പട്ട സ്വീകരണം നടന്ന ആ ഒരു ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ആ നാൾ, അത് കഴിഞ്ഞതിന് ശേഷമുള്ള ആ നാളുകളിലെ ചില ഓർമ്മകൾ ഒന്ന് അച്ഛൻ എന്ത് തോന്നി? കാരണം അത് ഒത്തിരി വർഷങ്ങളുടെ 10-12 വർഷത്തെ പരിശീലനത്തിന് ശേഷം കാത്തിരുന്ന ഒരു വലിയ, അച്ഛനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുനാൾ പോലെ ആഗ്രഹിച്ച ഒരു കാര്യത്തിൻ്റെ ഒരു വലിയൊരു പൂർത്തീകരണമാണ് ആ കൂദാശ സ്വീകരണത്തിലൂടെ നടന്നത്. അച്ഛൻ്റെ ചില ഓർമ്മകളൊന്നും പറയാമോ? തിരുപ്പട്ട സ്വീകരണം എനിക്ക് വലിയ ഒരു അനുഭവമായിരുന്നു. അഭിവന്ദ്യ തൂങ്കുഴി പിതാവാണ് എനിക്ക് തിരുപ്പട്ടം തന്നത്. അത് വലിയൊരു നിറവിൻ്റെ ഒരു അവസരമായിരുന്നു. അതിനുശേഷം തുടർന്ന് വന്ന പ്രഥമ ദിവ്യബലി വളരെ അധികം അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പിതാവ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഏത് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഇതെൻ്റെ ആദ്യത്തെ ബലിയാണ്, അതുപോലെ അവസാനത്തെ ബലിയാണ് എന്ന് ചിന്തിച്ച് വേണം അർപ്പിക്കാനായിട്ട്. ഞാൻ വിചാരിക്കുന്നത് ഈ കഴിഞ്ഞ 15 വർഷമായിട്ടും എനിക്ക് ഓരോ ബലിയും അതുപോലെ എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇതെൻ്റെ ആദ്യത്തെ ബലി, ഇതെൻ്റെ അവസാനത്തെ ബലിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അർപ്പിക്കാറ്. അതെനിക്ക് വലിയ ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവ് ശരിക്കും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങൾ വരുന്നതായിട്ടുള്ള ഒരു വലിയ ഫീലിംഗ്, ഒരു അനുഭവം. അതിൽ പങ്കെടുക്കുന്ന പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ദൈവിക അനുഭവം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ചിന്ത, ഈ ഒരു വലിയ കൃപ കർത്താവ് അതിൽ തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഓരോ വർഷങ്ങളും എനിക്ക് എപ്പോഴൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ
ഒരു മിഷൻ എക്സ്പീരിയൻസ് എനിക്ക് വേണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാൻ പട്ടം കിട്ടി കഴിഞ്ഞ് ഒരു 7 വർഷം കഴിഞ്ഞാൽ ഒരു വർഷം മിഷന് പോകണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ 7 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പിതാവിനോട് ചോദിച്ചു, ഇങ്ങനെ മിഷന് പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, ഇപ്പോൾ മിഷനല്ല പോകേണ്ടത്, ഇപ്പോൾ പഠിക്കാൻ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 വർഷം പൂന സെമിനാരിയിൽ പൂനെയിലെ പേപ്പിൾ സെമിനാരിലെ പൂനെയിലെ എന്താ വെച്ചാൽ പഠിച്ചു അവിടെ? അത് മാസ്റ്റേഴ്സ് ഇൻ പാസ്റ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു വിഷയമായിരുന്നു. അജപാലന ജീവിതത്തിനെ കുറിച്ചുള്ള അജപാലനം എങ്ങനെ കുറച്ചുകൂടി മോഡേൺ ആക്കി, കുറച്ചുകൂടി പ്രൊഫഷണലിസത്തിൻ്റെ ടച്ചോട് കൂടെ നമുക്ക് എങ്ങനെ നല്ല രീതിയിലൊരു അജപാലകനാകാം എന്നുള്ളതായിരുന്നു. അതിൽ കൗൺസിലിങ്ങും ഉണ്ടായിരുന്നു, സോഷ്യൽ പ്രവർത്തനം ഉണ്ടായിരുന്നു, തിയോളജി അപ്ഡേറ്റിംഗ് ഉണ്ടായിരുന്നു, ബൈബിളിനെ കുറിച്ചുണ്ടായിരുന്നു. നല്ലൊരു കോഴ്സായിരുന്നു. ശരിക്കും അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സഹായമായി തീർന്ന ഒരു കാര്യമാണ്. അച്ഛന് മിഷന് പോയ കാര്യത്തിലേക്ക് വരണം തീർച്ചയായിട്ടും. അത് അച്ഛൻ പറഞ്ഞു തുടങ്ങിയാണ് നമ്മൾ പേപ്പിൾ സെമിനാരിലേക്ക് പോയത്. ഞാൻ അച്ഛൻ ആ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് നമ്മളുടെ ഈ ജോഷുവ പ്രോഗ്രാമിൻ്റെ ഒരു ഷെയറെങ്കിലും മറ്റൊരച്ഛനെ ഇത് ഷെയർ ചെയ്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. മദർ തെരേസയുടെ ഒരു റൈറ്റിംഗ് പോലെയാണ്. കാരണം അതൊരു മഠത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഓരോ ബലി അർപ്പിക്കുമ്പോഴും ഇത് എൻ്റെ ആദ്യത്തെ ബലിയും അവസാനത്തെ ബലിയാണെന്ന് വിചാരിച്ച് അർപ്പിക്കുന്ന ഒരു സാഹചര്യം പോലെ. എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു കാര്യമല്ലേ. കാരണം അപ്പോൾ നമുക്ക് ഓരോ ബലിയും വ്യക്തിപരമായും മറ്റുള്ളവർക്കും ഒരു അനുഭവമാകാൻ ഏറ്റവും വലിയൊരു, പ്രത്യേകിച്ചും സീറോ മലബാർ സഭയുടെ കുർബാനയിൽ അവസാനം അത് പറയുന്നുണ്ട്, ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരും. ശരിക്കും നമ്മൾ ഒരു ബലി അർപ്പിച്ചു കഴിഞ്ഞ് ഇനി ഞാൻ ഈ ലോകത്തിൽ തന്നെ ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടെ ഇതെൻ്റെ അവസാനത്തെ ബലിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അർപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക അനുഭവമാണ്. നമ്മൾ പരിപൂർണമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു അവസ്ഥയും കൂടി, നമ്മളെ തന്നെ അർപ്പിക്കുന്ന ഒരു അവസ്ഥയും കൂടി ആയിരിക്കും. അതൊരു വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ആ ഒരു ചിന്ത എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചുള്ളതാണ്. അഭിമന്യ പിതാവ് ആ സമയത്ത് പറഞ്ഞ ഞാൻ ഓർക്കാണ്, ഇത് ആദ്യത്തെ ബലി പോലെയും അവസാനത്തെ ബലി പോലെയും അർപ്പിക്കണം. അത് എനിക്ക് തോന്നുന്നു ഇന്ന് വരെയും, ഇന്ന് രാവിലെ അർപ്പിച്ച ബലി വരെയും ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ട് അർപ്പിച്ചിരിക്കുന്നത്. ഇനി ബലി അർപ്പിക്കാൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം അച്ഛാ, ഇങ്ങനത്തെ ഒരു ഷെയറിങ് കേൾക്കുമ്പോൾ. അച്ഛൻ പറഞ്ഞിടത്തേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. അച്ഛനെ മിഷന് പോകാൻ ചോദിച്ചു, പേപ്പിൾ സെമിനാരിയിൽ പഠിക്കാൻ വിട്ടു. അതിനുശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ കുടുംബ കൂട്ടായ്മയുടെ ചാർജാണ് എനിക്ക് ഏൽപ്പിച്ചത്. ഞാൻ എൻ്റെ പഠനത്തിൻ്റെ സമയത്ത് തന്നെ കുടുംബ കൂട്ടായ്മയെ കുറിച്ച്, അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ശക്തിപ്പെടുത്തുക, സംഘടിപ്പിക്കുക, ആ ഒരു പരിപാടിക്ക് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അപ്പോൾ അങ്ങനെ രൂപതയുടെ കുടുംബ കൂട്ടായ്മയുടെ ഡയറക്ടറേറ്റ് BCCയുടെ ഡയറക്ടറേറ്റ് വെച്ചു. അത് കഴിഞ്ഞ് അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ മിഷനെ കുറിച്ചുള്ള ഒരു താല്പര്യമുണ്ട്. മിഷന് പോകണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറായിട്ട് പങ്കുവച്ചപ്പോൾ സ്പിരിച്വൽ ഫാദർ പറഞ്ഞു, അച്ഛനിപ്പോൾ പഠിച്ചു വന്നല്ലേ ഉള്ളൂ, കുറച്ച് നാൾ രൂപതയിൽ സേവനം ചെയ്യും, അതിനുശേഷം അച്ഛൻ മിഷനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വിചാരിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടുത്തെ 3 വർഷം ടൈം കഴിഞ്ഞു. ഞാൻ അടുത്ത പള്ളിയിലേക്ക്, ആ സമയത്ത് എനിക്കൊരു പള്ളി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വേറൊരു പള്ളിയിലേക്ക് ചെന്നു. ആ അവസരത്തിൽ ആ പള്ളിയിൽ നിന്ന് മാറാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പിതാവിൻ്റെ അടുത്തേക്ക് വന്നു, എനിക്ക് മിഷന് പോകണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ തട്ടിൽ പിതാവിൻ്റെ അടുത്താണ് ചെന്നത്. അപ്പോൾ തട്ടിൽ പിതാവ് പറഞ്ഞു, ഞാനിങ്ങനെ ഒരാളെ മിഷന് പോകാൻ വേണ്ടിയിട്ടൊരു അച്ഛനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് പഞ്ചാബിൽ സീറോ മലബാറിൻ്റെ ഒരു മിഷൻ തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അന്ന് പിതാവ് പറഞ്ഞു, നീ മാത്രമല്ല, അച്ഛൻ മാത്രമല്ല, വേറെ 6 അച്ഛന്മാരും കൂടി കൂടെ വരും. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, വേറെ അച്ഛന്മാരുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിതാവിനെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, പിതാവ് മറ്റേ അച്ഛന്മാരുടെ പേരൊന്നും തന്നാൽ നന്നായിരുന്നു എന്നൊക്കെ പിതാവിനോട് ഞാൻ പറയും. പക്ഷേ പിതാവ് പറയായിട്ടില്ല, പേര് വരുന്നുള്ളൂ, ശരിയാവും എന്നൊക്കെ പറഞ്ഞു. അവസാനം എനിക്ക് ട്രാൻസ്ഫറിൻ്റെ സമയമായപ്പോൾ പിതാവിനെ വിളിച്ച് പറഞ്ഞു, മോനെ അച്ഛന്മാർ മുഴുവൻ അങ്ങോട്ട് പലർക്കും താല്പര്യമായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോവോ എന്ന് ചോദിച്ചു മിഷന് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് പോവാം, മിഷന് പോവാം. പക്ഷേ പിതാവ് ഒരു കാര്യം ചെയ്യണം, അൽമായർ കുറേ പേര് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവരെയും കൂടി കൊണ്ടുപോകാനുള്ളൊരു അനുവാദം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിതാവിന് സന്തോഷമായി, അൽമായരും കൊണ്ടുപോവാം. അങ്ങനെ ഞാൻ പഞ്ചാബിലേക്ക് പോവാണ്. കഴിഞ്ഞ ജനുവരിയിലാണ്. പഞ്ചാബിൽ എവിടെയാണെന്ന് പറയാൻ പറ്റും? പഞ്ചാബിലെ ഫിറോസ്പൂരിനും ഫരീക്കോട്ടിനും ഇടയ്ക്ക് മുതുക്കി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇൻറ്റീരിയർ സ്ഥലം, ഒരു വില്ലേജാണ്. നമ്മൾ വിചാരിക്കുന്നത് സീറോ മലബാറിൻ്റെ യഥാർത്ഥ മിഷൻ, അല്ലാണ്ട് മൈഗ്രൻ്റ് മിഷൻ അല്ല, യഥാർത്ഥ മിഷൻ നമ്മൾ തുടങ്ങാൻ ഫരീദാബാദ് രൂപത വന്നതിന് ശേഷം ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ പോകുന്നത്. ജനുവരിയിലാണ് പോകുന്നത്. അപ്പം അന്ന് ഒരുപാട് പേര്, അത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അൽമായരെ കൂടെ മിഷനിൽ പങ്കെടുപ്പിക്കണം.
വെറുതെ കുറേ അച്ഛന്മാർ സിസ്റ്റേഴ്സ് മിഷന് ഉണ്ടായതില്ല. ഇവിടുത്തെ അൽമായർ കൂടെ ഇതിലൂടെ പങ്കെടുക്കും. അപ്പം ഞാൻ മിഷന് പോകുന്നതിന് മുമ്പ് ഒരു മിഷൻ കൺവെൻഷൻ നടത്തി ഞങ്ങളുടെ ഒരു പള്ളിയിൽ. അന്ന് 100-300 പേരോളം പങ്കെടുത്തു. അവർക്ക് എല്ലാവർക്കും ഞാനൊരു കാർഡ് കൊടുത്തു, മിഷന് വേണ്ടിയുള്ള പ്രാർത്ഥന. അങ്ങനെ 1000 പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 1000 പേര് അവർ സംഘടിപ്പിച്ചു. ഈ അൽമായർ വളരെ ആവേശത്തോടു കൂടി അന്ന് എന്നോട് പറഞ്ഞു, അന്ന് എനിക്ക് 30ഓളം പേര് എനിക്ക് റിട്ടേൺ എഴുതി തന്നു. ഞങ്ങൾ അച്ഛൻ്റെ കൂടെ 1 മാസം 2 മാസം 1 വർഷം ഒക്കെ താമസിച്ച് ഈ മിഷൻ പ്രവർത്തനത്തിൽ പങ്കെടുക്കാം എന്ന് റിട്ടേൺ ആയിട്ട് വരാം എന്ന് അവർ എഴുതും. ഞാൻ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് വരണ്ട, ഞാൻ അവിടെ ചെന്ന് നോക്കട്ടെ, എന്നിട്ട് എങ്ങനെയായി തീരും, എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ അതുവരെ പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങി. ജനങ്ങൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു, ജനം നന്നായിട്ട് ഒരുങ്ങുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ചിന്ത ഇതായിരുന്നു, മിഷന് ഞാൻ പോകുന്നു എന്നുള്ളതിനൊപ്പം ഈ തൃശ്ശൂരിൽ എല്ലാ അൽമായരെയും ഈ മിഷനായിട്ട് പരോക്ഷമായിട്ടെങ്കിലും പങ്കെടുപ്പിക്കും. അവർക്ക് മിഷൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കണം എല്ലാവർക്കും. ആ ഒരു ആഗ്രഹത്തിലാണ്. അപ്പോൾ അതിന് ഒത്തിരിയേറെ പിതാവ് സപ്പോർട്ട് ചെയ്തായിരുന്നു. തട്ടിൽ പിതാവ്, ആൻഡ്രൂസ് പിതാവ് ഒരുപാട് സപ്പോർട്ട് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ പഞ്ചാബിൽ പോകുന്നത്. പഞ്ചാബിൽ ചെന്ന് അവിടെ ഒരു പന്നിവാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ആദ്യം 2 മാസം താമസിച്ചത്. അവിടുത്തെ അച്ഛനാണ് എന്നെ മുതുക്കി എന്ന് പറഞ്ഞ സ്ഥലത്തെ അവിടെ ഒരു വില്ലേജിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ നമ്മൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിച്ചു. എൻ്റെ കൂടെ ജീസസ് യൂത്ത് ഫുൾ ടൈമറായിട്ടുള്ള ഒരു ബിബിൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ബ്രദറും ഉണ്ടായിരുന്നു, ഫരീദാബാദ് രൂപതര. ഞങ്ങൾ 3 പേരും മലയാളികൾ. ഞങ്ങളെ സഹായിക്കാനായിട്ട് ഒരു പഞ്ചാബി, ഒരു 12ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവൻ്റെ അവനോട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭാഷയൊന്നും അറിയില്ല, ആൾക്കാരറിയില്ല. അപ്പോൾ ഞങ്ങളവിടെ തുടങ്ങി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിവ്യകാരം എഴുന്നള്ളിച്ച് ആരാധന, ആ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കൊരു പ്രത്യേക ഭാഷയും വേണ്ടല്ലോ, ഒരു ഭാഷയും വേണം. അങ്ങനെ അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഇത്രയും സമയം രാവിലെ 6 മണിക്ക് തൊട്ട് വൈകുന്നേരം 6 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ മാറി ഇരുന്ന് ആരാധന നടത്തായിരുന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു. നാട്ടിൽ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും, ആ നാടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ആ ഒരു പ്രാർത്ഥനാനുഭവം ശരിക്കും ഒത്തിരി നേരം, പിന്നെ ഈ സെമിനാരി കാലത്ത് ഒത്തിരി നേരം ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ വന്ന് പ്രാർത്ഥിക്കുന്ന സത്യത്തിൽ ഇവിടെയാണ്. ഒരുപാട് നേരം ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ 1000 മണിക്കൂർ ആരാധന പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ദൗത്യം. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അങ്ങനെ അത് കഴിയുമ്പോഴേക്കും തന്നെ ആൾക്കാർ നമ്മുടെ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിഞ്ഞ് അവർ പഞ്ചാബികൾ കടന്നു വരാൻ തുടങ്ങി, കൂടുതൽ ആളുകൾ വരാൻ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഭാഷയൊന്നും അറിയില്ല, അവർ പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ കുറേ എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് നമുക്കവിടെ മനസ്സിലാകും ഇതായിരിക്കും കാര്യം എന്നുള്ളത്. അങ്ങനെ കുറേശ്ശെ അത്യാവശ്യം ഹിന്ദിയൊക്കെ ഞങ്ങളിങ്ങനെ മെല്ലെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങളെ സഹായിക്കാനായിട്ട് തൊട്ടടുത്ത ഇടവകയിൽ നിന്നൊരു കാറ്റഗിസ്റ്റ് വരുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒരു 2 മാസം ആകുമ്പോഴേക്കും തന്നെ പഞ്ചാബിയിൽ സീറോ മലബാർ കുർബാന ചെല്ലാൻ പിടിച്ചു. ഈ കാറ്റഗിസ്റ്റ് എന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. കാരണം കാറ്റഗിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അൽമായരായ ആളുകൾ ഇതുപോലെ മിഷൻ പ്രവർത്തനം, ഓരോ മിഷൻ സ്റ്റേഷൻസിൽ ഈ പഞ്ചാബികൾ തന്നെയാണ്. അപ്പോൾ അച്ഛന്മാരുടെ ഒരു ഓൺ ബിഹാഫ് ഓഫ് ഇത്തരം ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ അൽമായർ അതാണ് ഈ കാറ്റഗിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അവരാണ് ശരിക്കും വീട് സന്ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ ഈ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുന്ന ഈശോയെക്കുറിച്ച് പറയുന്നതും ആൾക്കാരെ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂട്ടുന്നതും അതുപോലെ തന്നെ അവർക്ക് സന്ദേശം കൊടുക്കുന്നതൊക്കെ അവരാണ്. കുദാശ പരികർമ്മങ്ങൾ ഒഴികെ അച്ഛൻ്റെതായ കാര്യങ്ങളിലെല്ലാം സഹായിക്കുന്നത് ഇവരാണ്. അവർ പെയ്ഡാണ് അവിടെ അവർക്ക് മാസം തോറുള്ള അലോ. അവർ ഇത് മാത്രമാണോ അവരുടെ കുടുംബം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ കാറ്റഗറിസ്റ്റ് സഹായത്തോടു കൂടെ ഞങ്ങൾ വീടുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പലരും ഞങ്ങളെ വീടുകളിലേക്ക് വിളിച്ചു. ഞങ്ങൾ എല്ലാ ദിവസവും വീടുകളിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഈ പഞ്ചാബി പാട്ടൊക്കെ അറിയാവുന്ന ഒരു മലയാളി ബ്രദർ ഞങ്ങളുടെ അവിടേക്ക് കൂടെ വന്നു. അപ്പോൾ ബ്രദർ പാട്ടൊക്കെ പാടും. ഈ അവരുടെ ഒരു ചണ്ടയൊക്കെ ഉണ്ട്, അതൊക്കെ കൊട്ടി അങ്ങനെ വീടുകളിൽ ചെന്ന് അത് വലിയൊരു അനുഭവമായിരുന്നു. ആളുകൾ ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത വീട്ടുകാർ പറയും, അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ഫാദർജി അമാര ഗർമ്മയായോ, അങ്ങനെ പറഞ്ഞ് അപ്പോൾ അടുത്ത വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മാറി ഓരോ വീടുകളിലേക്ക് ചെല്ലും. ഇപ്പോൾ ഞങ്ങളെല്ലാം ചെല്ലുമ്പോൾ പറയും, ഞായറാഴ്ച ഇവിടെ കുർബാനയുണ്ട്, കുർബാനയ്ക്ക് എല്ലാവരും വരണമെന്ന് പറയും. അങ്ങനെ അവരെ എല്ലാ ഞായറാഴ്ച നമ്മൾ പോയി ക്ഷണിക്കണം. അവരെ പോയി ക്ഷണിച്ച് നമ്മൾ ബ്രദേഴ്സ് തന്നെ എല്ലാ വീടുകളിലും പോയി ക്ഷണിച്ച് അവരെ കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് പേര് കുർബാനയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ നല്ല ഒരു അനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എത്രത്തോളം അച്ഛനെ എത്ര നാൾ കണ്ടിന്യൂ ചെയ്തു മിഷൻ? ഈ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ചില പ്രത്യേക കാരണങ്ങളാൽ തൃശ്ശൂർ രൂപതയ്ക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നേരിട്ടു. അങ്ങനെ വന്നപ്പോൾ
ഞാൻ പിതാവിനോട് പറഞ്ഞു നമുക്ക് അൽമായർ കൂടെ സഹകരിപ്പിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോൾ അൽമായരുടെ സാമ്പത്തിക സഹായം എല്ലാം കൂടി ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുന്നു. അത് ഏകദേശം എനിക്ക് ആ തരത്തിലൊരു 6 മാസത്തോളം നമ്മളവിടെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മീയ പിതാക്കന്മാർ, എന്നെ ആത്മീയമായിട്ട് സഹായിക്കുന്ന അച്ഛന്മാർ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ അവിടെ ഒറ്റയ്ക്ക് തുടരുന്നത് അങ്ങോട്ട് ശരിയാവില്ല, അപ്പോൾ അതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോരാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ആ മിഷൻ അവിടെ ഫരീദാബാദ് രൂപതയുടെ ഏൽപ്പിച്ചു. ഫരീദാബാദ് രൂപത അത് CSTക്കാരെ ഏൽപ്പിച്ചു. ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്, മിഷൻ നടക്കുന്നുണ്ട്. CSTക്കാരാണ് അത് നടത്തുന്നത്. അച്ഛൻ പിന്നീട് നാട്ടിൽ തിരിച്ചു വന്നിട്ടും എനിക്ക് അച്ഛൻ മനസ്സിലായത് ഈ അൽമായരെ അച്ഛൻ ഒത്തിരി വിശ്വസിച്ച് എടുത്ത് കൂടെ നിർത്തി. അതെന്തുകൊണ്ടാണ് ഞാൻ അവസാനം ഒന്നുകൂടെ ചോദിക്കാം. എന്നാലും അച്ഛൻ പിന്നീട് എനിക്ക് ആ മിഷൻ ഡെവലപ്പ് ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും. അതായത് അവിടുന്ന് പോരുന്നതിന് മുമ്പ് ഈ അൽമായരായിട്ടുള്ള ആൾക്കാരെ പറഞ്ഞു, അച്ഛൻ നമുക്ക് മിഷൻ ഓൾ ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇന്ത്യ മുഴുവൻ യേശുവിൻ്റെ സന്ദേശം അറിയിക്കുക, അങ്ങനെയുള്ള ഒരു ആശയത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എങ്ങനെ ഭാഷയൊന്നും അറിയില്ലല്ലോ, നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നമ്മളങ്ങനെ പോയിട്ട് മിഷൻ പ്രവർത്തനം നടത്താൻ ചിലപ്പോൾ ഒരു വർഷത്തേക്കൊക്കെയാണ് മാക്സിമം പറ്റുള്ളൂ. വീട് നാട് ഉപേക്ഷിച്ചിട്ട് അൽമായരായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ പോകാൻ പറ്റും? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ആശയം വന്നാണ്, നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നിത്യാരാധനാ കേന്ദ്രങ്ങൾ തുടങ്ങാം. അപ്പോൾ ഒരു വർഷത്തേക്ക് 6 മാസത്തേക്ക് കമ്മിറ്റ്മെൻ്റ് എടുത്തിട്ട് ആൾക്കാർ പോവാം. അപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞു, അങ്ങനെ പോകുന്നവരുടെ സാമ്പത്തികമായിട്ട് അവരുടെ വീടിൻ്റെ ചിലവ് മുഴുവൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോൾ കുറച്ച് പച്ചക്കറി കച്ചവടക്കാർ പറഞ്ഞു, ഞങ്ങൾ പച്ചക്കറി കൊടുത്തോളാം. വേറെ ഞങ്ങൾ പലചരക്ക് കൊടുത്തോളാം. വേറെ ആൾക്കാർ പറഞ്ഞു, ഞങ്ങളുടെ ദശാംശം ഞങ്ങൾ ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് മാറ്റി വെച്ചോളാം. അപ്പോൾ പിന്നെ അതിലുള്ള ഒരു തടസ്സം മാറി, ആളുകൾക്ക് വരാനുള്ള തടസ്സം മാറി. അപ്പോൾ ഒരു 5-6 പേര് കമ്മിറ്റ്മെൻ്റ് എടുത്ത്, ഒരു വർഷത്തെ കമ്മിറ്റ്മെൻറ്റ്, 6 മാസത്തെ കമ്മിറ്റ്മെൻ്റ് എടുത്ത് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സ്ഥലം കിട്ടണ്ടേ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആ അടുത്തിടെ മെത്രാപട്ടം കിട്ടിയതാണ് പ്രിൻസ് പിതാവ്, ആദിലാബാദ് രൂപത, ആന്ധ്രാപ്രദേശ് തെലുങ്കാനയിലെ ആദിലാബാദ് രൂപത. പിതാവിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ പിതാവിനെ വിളിച്ചു, പിതാവെ ഇങ്ങനെ കുറച്ച് അൽമായരുണ്ട്, ഞങ്ങളിങ്ങനെ പഞ്ചാബിലെ മിഷൻ മാറി ഇങ്ങനെ അവിടെ നിന്ന് ഓൾ ഇന്ത്യ മിഷനിലേക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒരു നിത്യാരാധനാ കേന്ദ്രം തുടങ്ങണം. അപ്പോൾ പിതാവ് വളരെ സന്തോഷത്തോടെ, ഞാനത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളെ ഇവിടേക്ക് വന്നോ, ആദിലാബാദ് കത്തീഡ്രൽ തന്നെ തുടങ്ങിക്കോളാം. അങ്ങനെ നമ്മൾ ആദിലാബാദ് കത്തീഡ്രൽ ഈ വർഷം ഈ 2016 ആദ്യത്തെ മിഷൻ നിത്യാരാധനാ കേന്ദ്രം അവിടെ തുടങ്ങുന്നത്. 2 പേര് അവിടെ കമ്മിറ്റ്മെൻ്റ് എടുത്ത് ചെന്നു. അതിനുശേഷം ഞങ്ങൾ അത് മാത്രം പോരാ, മറ്റൊരു രൂപതയും കൂടി പോകണം എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ സാഗർ രൂപതയിലെ ബിഷപ്പിന് നേരത്തെ പരിചയം ഉണ്ടായിരുന്നുകൊണ്ട് പിതാവിനോട് ചോദിച്ചു, ഇങ്ങനെ ഞങ്ങൾക്കൊരു നിത്യാരാധനാ കേന്ദ്രം അവിടെ തുടങ്ങാനുള്ള അനുവാദം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് സാഗർ രൂപതയുടെ ജ്യോതിർഭവൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ 2ാമത്തെ നിത്യാരാധനാ കേന്ദ്രം തുടങ്ങി. അങ്ങനെ 2 പേര് അവിടേക്ക് പോയി. എനിക്ക് തോന്നുന്നു അച്ഛൻ കൂടുതൽ വിശേഷങ്ങൾ ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു എന്തൊക്കെയാണ് നിങ്ങൾ ഈ മിഷൻ സ്ഥലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ള ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് കുറച്ച് നമുക്ക് അച്ഛൻ അടുത്ത എപ്പിസോഡിലും കൂടി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുമായിരിക്കും. അച്ഛൻ പക്ഷെ നിങ്ങൾ ഈ അൽമായരുടെ ഒരു കൂട്ടായ്മയെ കുറച്ചൊരു ഫോമൽ ഒരു സംവിധാനമാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ, നിലനിൽക്കുന്ന. പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അച്ഛൻ എന്താണ് ഇതിലൂടെ ഇവോൾവ് ചെയ്ത് വന്ന ഇന്ന് വളരെ വലിയൊരു അനുഗ്രഹമായി മിഷനിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രസ്ഥാനം എന്താണ് എന്ന് അച്ഛൻ കുറേ കൂടെ പങ്കുവയ്ക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. എങ്കിലും ഞാൻ അച്ഛൻ്റെ ആ ഷെയറിങ്സിൽ മുഴുവൻ ശ്രദ്ധിച്ചത് ആ ഒരു പ്രത്യേകമായ ഒരു അനുഭവം. സെമിനാരിയുടെ 3 വർഷം കഴിഞ്ഞിട്ട് അച്ഛൻ വീട്ടിൽ തിരിച്ചുപോയി 1 മാസം ഇടവ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനെടുത്ത കാലത്ത് ദൈവം തന്ന ഒരു പുത്തൻ ബോധ്യത്തിൽ ഉണർവിൽ നിന്നും ഒരടി പോലും പുറകോട്ട് പോകാൻ ദൈവം അച്ഛനെ അനുവദിച്ചിട്ടില്ല. അച്ഛൻ ആ തീക്ഷ്ണതയോടെയാണ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയൊരു കൃപയാണ്. തീർച്ചയായിട്ടും അച്ഛൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് അച്ഛന് ഇത്രയും ഒരു ഓപ്പൺനെസ്. ഞാൻ ഒറ്റ കാര്യം മാത്രം ലാസ്റ്റ് ഒരു കാര്യം അച്ഛനോട് ചോദിച്ച് അവസാനിപ്പിക്കണത്, അച്ഛന് എങ്ങനെ ഈ അൽമായരെ ഇങ്ങനെ ഇതുപോലെ വിശ്വസിക്കാനുള്ള ഒരു പ്രചോദനവും ധൈര്യവും എവിടെ നിന്ന് കിട്ടുന്നു? പൊതുവെ പലപ്പോഴും അൽമായരെയൊക്കെ ഇത്തരം കാര്യങ്ങളിൽ പേടിച്ച് അടുപ്പിക്കുമ്പോൾ ഇത്ര ധൈര്യത്തോടെ എങ്ങനെ അൽമായരെ പ്രോത്സാഹിപ്പിക്കാൻ അച്ഛൻ എങ്ങനെ ധൈര്യം വരുന്നു? ഒരു ഒറ്റ സെൻറ്റൻസിലൊന്ന് പറയാം. അതായത് ഞാൻ വികാരിയായിട്ടിരുന്ന പള്ളികളെല്ലാം എന്നെ ഒത്തിരിയേറെ സ്നേഹിച്ചത് എൻ്റെ അൽമായരാണ്. അപ്പം ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അവർ അത് നിരാകരിച്ചിട്ടില്ല. സത്യത്തിൽ ഞാൻ മിഷന് പോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ എല്ലാ ചിലവും ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ ഇടവക്കാർ വന്നത്. അപ്പോൾ അൽമായർ ഒത്തിരിയേറെ സ്നേഹിക്കുകയും അവർ നമ്മളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവരെ വിശ്വാസത്തിലെടുക്കാതിരിക്കാൻ പറ്റില്ല. ഒത്തിരിയേറെ ഇപ്പോഴും ഈ ഫെലോഷിപ്പ് മിനിസ്ട്രിയിലാണെങ്കിലും കൂടുതലും എൻ്റെ പഴയ ഇടവക്കാരാണ്. അവർ ഇപ്പോഴും എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അത്രയും ഒരു
സപ്പോർട്ട് ഇടവകളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ആത്മായ വിശ്വാസത്തിലെടുക്കാനായിട്ടുള്ള വലിയൊരു പ്രചോദനം അതാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ ക്ലിയറാണ്. അജപാലനത്തിൻ്റെ ശരിയായ മർമ്മം അച്ഛൻ, ആ സീക്രട്ട് അച്ഛൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം അച്ഛനെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനൊരു സ്പെഷ്യൽ കാരിസം അച്ഛനുണ്ട്. അതാണ് അച്ഛനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അച്ഛ ഈ ഒരു എപ്പിസോഡിൽ, ജോഷുവ എന്ന പ്രോഗ്രാമിൽ, ശാലോം ടിവിയുടെ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ആയിരുന്നതിനും ഇത്രയും മനോഹരമായ ഈ പങ്കുവെക്കലുകൾ നടത്തിയതിനൊക്കെ ഒത്തിരി നന്ദി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. പുത്തൻ കാലഘട്ടത്തിനു വേണ്ട പുത്തൻ ശുശ്രൂഷകൾ, നവയുഗത്തിൻ്റെ പുത്തൻ ആശയങ്ങൾ, ഇവയാണ് ഇന്നിൻ്റെ സഭയെ കൂടുതൽ ധന്യമാക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾക്കു നടുവിലും ഭാരതത്തിൻ്റെ വിവിധ കോണുകളിൽ ക്രിസ്തുവിനായി വേല ചെയ്യുന്ന മിഷണറിമാരെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും പിന്തുണയ്ക്കുന്ന ഇവരുടെ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ തിരുസഭയ്ക്ക് ഏറെ ഉണർവ് നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നയിക്കപ്പെടുന്ന ഈ സമൂഹം ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ നിന്നും സ്വീകരിക്കുന്ന ശക്തി ഇവർക്ക് ബലമാകുന്നു. നവയുഗത്തിൻ്റെ തീക്ഷ്ണതയുള്ള ജോഷുവയുടെ പിന്മുറക്കാർക്ക് പ്രണാമം. സുവിശേഷം പെയ്തിറങ്ങുന്ന പെരുമഴക്കാലത്തിനായി കാത്തിരിക്കാം. ശിമയോനും യാക്കോബും യോഹന്നാനും, വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും, വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ.